ഹായ്, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. എല്ലാവരും വീട്ടിൽ നന്നായി പഠിക്കുന്നൊക്കെ ഇല്ലേ? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ഓൾ ഓഫ് യു ടേക്ക് ടെക്സ്റ്റ് ബുക്ക്. ടേക്ക് പേജ് നമ്പർ 62. നമ്മൾ ക്യാരറ്റ്, ഓണിയൻ, പൊട്ടാറ്റോ ഇതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ എഴുതി പഠിച്ചു. നെക്സ്റ്റ് യു റൈറ്റ് ദ സ്പെല്ലിംഗ് ഓഫ് ടൊമാറ്റോ, ബ്രിഞ്ചാൾ, കാബേജ്, പംകിൻ, ബിറ്റർ ഗോഡ്, ലേഡീസ് ഫിംഗർ. 10 times each in your rough book. ഇനി നിങ്ങൾ നോക്കിയാൽ കുറേശ്ശെ എഴുതി പഠിച്ചാൽ മതി. കണ്ടോ, ഓരോ ദിവസം 2 ഇത് പഠിച്ചാൽ മതി. നിങ്ങൾ വെജിറ്റബിൾസിൻ്റെ നെയിം എഴുതി പഠിച്ചാൽ മതി. അപ്പോൾ ഇത് കഴിയും കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും ആൻറ്റിക്ക് അയച്ചു തന്നാൽ മതി. അപ്പോൾ സമയമുണ്ടല്ലോ. ഇന്ന് ആൻറ്റി നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 63 GK ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടോ നിങ്ങൾ? ആൻറ്റി ഇന്ന് അതാണ് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. ലിസൺ ഹിയർ. Given below are the pictures of some flowers. Choose the correct answer and write it below each picture. കണ്ടോ, ഇവിടെ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ നെയിംസ് കൊടുത്തിട്ടുണ്ട്. ഫ്ലവേഴ്സിൻ്റെ കണ്ടോ പിക്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഫ്ലവേഴ്സിൻ്റെ പേരുകൾ അവിടെ ഡാഷ് ഇട്ടാണ്. കണ്ടോ നിങ്ങൾ അവിടെ നിങ്ങൾ എഴുതണം. അപ്പോൾ ഫസ്റ്റ് വൺ ഏത് ഫ്ലവറാ അറിയില്ലല്ലോ, നിങ്ങൾക്ക് അറിയാലോ അത്? ജാസ്മിൻ. അപ്പം എന്താ, ഹൗ ഡു യു സ്പെൽ ജാസ്മിൻ? എല്ലാവരും അതിൻ്റെ ഒപ്പം എഴുതി പോവാ കേട്ടാ. JASMINE, Jasmine. Next flower, rose. ROSE, rose. And then next, sunflower. SUNFLOWER, sunflower. And then shoe flower. SHOEFLOWER, shoe flower. ഇതേനോ ജാസ്മിൻ, റോസ്, സൺഫ്ലവർ, ഷൂ ഫ്ലവർ. നോക്കാം സെക്കൻഡ് വൺ. ഗിവൺ ബിലോ ആർ ദ പിക്ചേഴ്സ് ഓഫ് സം ഫ്രൂട്ട്സ്. കണ്ടോ, കുറച്ച് ഫ്രൂട്ട്സിൻ്റെ നെയിംസ് കൊടുത്തിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് നെയിം ആൻഡ് റൈറ്റ് ഇറ്റ് ബിലോ ഈച്ച് പിക്ചർ. കണ്ടോ, ഫ്രൂട്ട്സിൻ്റെ നെയിംസ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ശരിയായിട്ടുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ എഴുതണം. ഫസ്റ്റ് വൺ, പൈനാപ്പിൾ. ഹൗ ഡു യു സ്പെൽ പൈനാപ്പിൾ? PINEAPPLE, പൈനാപ്പിൾ. ആൻറ്റിയുടെ കൂടെ എഴുതി പോവാ, അപ്പൊ നിങ്ങൾക്ക് എളുപ്പമാവും. PINEAPPLE. നെക്സ്റ്റ്, ഓറഞ്ച്. ORANGE, ഓറഞ്ച്. ORANGE. നെക്സ്റ്റ്, പപ്പായ. PAPAYA, പപ്പായ. നെക്സ്റ്റ്, grapes. GRAPES, grapes. എഴുതി കഴിഞ്ഞോ? നെക്സ്റ്റ് തേർഡ് വൺ. ഗിവൺ ബിലോ ആർ ദ പിക്ചേഴ്സ് ഓഫ് സം വെജിറ്റബിൾസ്. കണ്ടോ, കുറച്ച് വെജിറ്റബിൾസിന്റെ പിക്ചേഴ്സ് കണ്ടോ നിങ്ങൾ? ചൂസ് കറക്റ്റ് നെയിം ആൻഡ് റൈറ്റ് ഇറ്റ് ബിലോ ഈച്ച് പിക്ചർ. കണ്ടോ വെജിറ്റബിൾസിന്റെ പിക്ചർ. അപ്പൊ അതിൽ കറക്റ്റ് ഏതാന്ന് വെച്ചാൽ നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതണം. ഫസ്റ്റ് വൺ, ക്യാരറ്റ്. CARROT, carrot. CARROT, carrot. And second one, pumpkin. PUMPKIN, pumpkin. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് തേർഡ് വൺ, ബ്രിഞ്ചാൾ. BRINJAL, ബ്രിഞ്ചാൾ. And fourth one, cabbage. CABBAGE, cabbage. ഇത് കഴിഞ്ഞോ? നെക്സ്റ്റ്, പേജ് നമ്പർ 64. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഡാഷ് ഈസ് എ ഫ്രൂട്ട് ഗ്രോസ് ഇൻ ബെഞ്ചസ്. കുലകളായിട്ടുണ്ടാകുന്ന ഫ്രൂട്ട് ഏതാണ്? ഗ്രേപ്സ്. അപ്പൊ നിങ്ങൾ അവിടെ എഴുതാ, ഗ്രേപ്സിന്റെ സ്പെല്ലിംഗ് എഴുതൂ. GRAPES. Grapes is a fruit grows in bunches. And second one, dash is a leafy vegetable. ഏതാ leafy vegetable? നിങ്ങൾക്ക് അറിയാലോ, cabbage. CABBAGE, cabbage. And third one, we get dash from plants. നമുക്ക് ചെടികളിൽ നമുക്ക് എന്താ കിട്ടുന്നേ?
ആ വെജിറ്റബിൾസ്. അപ്പൊ ഇവിടെ ഇതെല്ലാവരും VEGETABLES vegetables. VEGETABLES vegetables. And fourth one, dash is a house made up of mud or bamboo. ചെളി കൊണ്ടുണ്ടാക്കുന്ന വീടിനെ നമ്മൾ പറയുന്ന പേരെന്താ? ഹട്ട്. How do you spell hut? HUT, hut. ഇനി നെക്സ്റ്റ് നോക്കാം. നെയിം ദ ഫോളോയിങ്. കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആൻസർ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നെയിം ദ ഫ്ലവർ ദാറ്റ് ഗ്രോസ് ഇൻ വാട്ടർ. വെള്ളത്തിൽ വളരുന്ന പൂവ് ഏതാ? ലോട്ടസ്. അപ്പൊ നിങ്ങൾ അവിടെ എഴുതണം എന്ത്? LOTUS, ലോട്ടസ്. And second one, which flower is our national flower? നമ്മുടെ ദേശീയ പുഷ്പം ഏതാണ്? ലോട്ടസ് അല്ലെ. അപ്പൊ ഏതാ? LOTUS, ലോട്ടസ്. And third one, name one flower is used for oil. നമ്മൾ ഓയിലിന് വേണ്ടി ഒരു ഫ്ലവർ ഉപയോഗിക്കുമല്ലോ. അതേതാത്? സൺഫ്ലവർ. SUNFLOWER, സൺഫ്ലവർ. ഇനി നോക്കാം. മൈ ഫാദേഴ്സ് ഫാദർ ഈസ് കോൾഡ്. മൈ ഫാദേഴ്സ് ഫാദർ, ഫാദറിന്റെ ഫാദറെ നമ്മൾ ഇന്ന് വിളിക്കുക ഗ്രാൻഡ് ഫാദർ അല്ലെ. മുത്തച്ഛനെ വിളിക്കുന്നത് ഗ്രാൻഡ് ഫാദർ, GRAND, ഗ്രാൻഡ് ഫാദർ, FATHER, ഗ്രാൻഡ് ഫാദർ. മൈ ഫാദേഴ്സ് ഫാദർ ഈസ് കോൾഡ് ഗ്രാൻഡ് ഫാദർ. നെക്സ്റ്റ്, write the name of 3 fruits. ഏതെങ്കിലും ഒരു 3 ഫ്രൂട്ട്സിന്റെ പേര് എഴുതാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെ ഫ്രൂട്ടിന്റെ പേര് എഴുതാം? നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. ഫസ്റ്റ് വൺ എഴുതാം ബനാന, BANANA, ബനാന. ബനാന എഴുതാം. പിന്നെ എന്താ എഴുതാം? ഓറഞ്ച് എഴുതാം, ORANGE, ഓറഞ്ച്. ഓറഞ്ച് എഴുതാം. പിന്നെ ഏതെഴുതാം? ഗ്രേപ്സ് എഴുതാം അല്ലെ, GRAPES, ഗ്രേപ്സ്. കണ്ടോ? ഇഷ്ടമുള്ള നിങ്ങൾക്ക് 3 ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സിന്റെ പേരുകൾ എഴുതാം കേട്ടോ. ഇനി ലാസ്റ്റ് നോക്കിയേ, ഗിവൺ ബിലോ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഹൗസസ്. നോക്കിയേ ഇവിടെ കണ്ടോ, പലതരത്തിലുള്ള വീടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചൂസ് കറക്റ്റ് നെയിം ആൻഡ് റൈറ്റ് ബിലോ ഈച്ച് പിക്ചർ. അതിൽ നമ്മൾ കറക്റ്റ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി എഴുതണം. ഫസ്റ്റ് ഹൗസ് ഏത് ഹൗസാ? ചൈൽഡ് ഹൗസ് ആണോ? ബംഗ്ലോ ആണോ? ഏതാ? ചൈൽഡ് ഹൗസ്. അപ്പൊ എന്താ എഴുതാ നിങ്ങൾ ഇവിടെ? ചൈൽഡ് ഹൗസ്. ചൈൽഡ് ഹൗസിന്റെ സ്പെല്ലിംഗ് എഴുതണം. ഇവിടെ എഴുതാണ്ടി TI, എല്ലാവരും എഴുതണം കേട്ടോ. അതിൻ്റെ കൂടെ LED, ചൈൽഡ് ഹൗസ്, HOUSE, ചൈൽഡ് ഹൗസ്. ചൈൽഡ് ഹൗസ് എഴുതിയോ? ഇനി നെക്സ്റ്റ് നോക്കാം. ഏതാ? ഹട്ട്, HUT, ഹട്ട്. തേർഡ് വൺ ഏതാ? ബംഗ്ലോ, BUNGALOW, BUNGALOW. And next, igloo, IGLOO, igloo. കണ്ടോ? ഇവിടെ നോക്കിയേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ BUNGLOW എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് തെറ്റാണ്. നമ്മൾ എന്താ ബംഗ്ലാവിന്റെ സ്പെല്ലിംഗ് എന്താ പഠിച്ചിരിക്കുന്നത്? BUNGALOW എന്നാണ് കേട്ടാ. ഇതൊക്കെ എഴുതിയിട്ട് ആന്റിക്ക് അയച്ചു തരണം കേട്ടാ. എഴുതി പഠിക്കാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ ഓരോ ദിവസം 2 എണ്ണം വെച്ചിട്ട് എഴുതിയാൽ മതി. അപ്പൊ വേഗം കഴിയും. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ എഴുതിയിട്ട് ആന്റിക്ക് അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും ആന്റിക്ക് അയച്ചു തന്നാൽ മതി കേട്ടാ. അപ്പൊ ആന്റിയുടെ ക്ലാസ് ഒക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു. Let me finish today's class. All of you stand up. Thank you, children.